രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള യാത്രകൾ വളരെ ആവേശത്തോടുകൂടിയാണ് ഇന്ത്യൻ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഹരിയാനയിലെ യാത്രയും നമ്മൾ കണ്ടതാണ്. അത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള യാത്രകൾ നമ്മൾ പലതവണ രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് പലതവണ നമ്മൾ ഇവിടെ സംസാരിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു യാത്രയെക്കുറിച്ചാണ്. അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ നടത്തുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം ഒരു പൾസർ ബൈക്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വീഡിയോയും അതേപോലെ തന്നെ അദ്ദേഹം ബൈക്കുകളെ കുറിച്ചും കാറുകളെ കുറിച്ചും വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന ഒരു വീഡിയോയും എല്ലാം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്ക് വളരെ എന്താ പറയുക ആവേശകരമായിട്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാവം നൽകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. കാരണം ഏണസ്റ്റോ ചെഗുവേര തന്റെ 23ാമത്തെ വയസ്സിൽ നടത്തിയ ഒരു യാത്രയുണ്ട്. അദ്ദേഹം ഡോക്ടറായിരുന്ന കാലത്താണ് അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ ഒരു യാത്ര നടത്തിയത്. അതായത് അറ്റക്കാമ മരുഭൂമിയിലൂടെയും അതുപോലെ തന്നെ ആമസോണിയൻ കാടുകളിലൂടെയും കൊളംബിയയിലെ ഉയർന്ന, അതായത് കൊളംബിയൻ രാജ്യത്തെ ഉയർന്ന സമതല പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച ഒരു യാത്രയുണ്ട്. സത്യം പറഞ്ഞാൽ ഏണസ്റ്റോ ചെഗുവേര എന്ന വിപ്ലവകാരിയെ, ലോകം ആരാധിക്കുന്ന വിപ്ലവകാരിയെ ഉണ്ടാക്കിയെടുത്തത് ആ ഒരു യാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അദ്ദേഹം നമ്മൾ ഇന്ന് കാണുന്ന ഏണസ്റ്റോ ചെഗുവേര ലാസെർണ എന്ന ഒരു വിപ്ലവകാരിയിലേക്ക് അദ്ദേഹത്തെ ചുവടുമാറ്റുന്നത്. അതായത് ഏതൊരു മനുഷ്യനോടൊപ്പം ഏതൊരു മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കുക, തൻ്റെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആശയത്തെ പുനർനിർവചിച്ചത് ആ ഒരു യാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ഡോക്ടറായിരുന്നു അദ്ദേഹം. നടത്തിയ ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തെ മാറ്റിമറിച്ചത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയും അത്തരത്തിലുള്ളൊരു യാത്ര നടത്തുന്നത്. അദ്ദേഹം നടത്തിയ യാത്രകൾ ഒരു പ്രത്യേകതയുണ്ട്. പെറു, ചിലി, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി യാത്ര നടത്തി. ഈ ഒരു രാജ്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം കമ്മ്യൂണിസം, അതായത് ഇടതുപക്ഷം തിരിച്ചു വന്ന ഒരു രാഷ്ട്രമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇടതുപക്ഷം വളരെ ശക്തമായിട്ട് തിരികെ വന്ന ഒരു രാഷ്ട്രങ്ങളായിരുന്നു ഇവയെല്ലാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ചിലിയിൽ ഗബ്രിയൽ ബോറിക്കിന്റെ സഹസ്രാബ്ദ സോഷ്യലിസത്തിന്റെ പുതിയൊരു തരംഗമാണ് ഉണ്ടായത്. അത് മാത്രമല്ല 39-കാരനായ പ്രസിഡന്റ് സമത്വം, ലിംഗസമത്വം, കാലാവസ്ഥയുടെ നടപടികൾ എന്നിവ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ചിലിയിൽ കഴിഞ്ഞിടയ്ക്ക് അധികാരത്തിൽ വരുന്നത്. പിന്നീട് പതിറ്റാണ്ടുകളുടെ ഒരു യാഥാസ്ഥിക ഭരണത്തിന് ശേഷം 2022 ഗുസ്താവോ പെഡ്രോ കൊളംബിയയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ ബ്രസീലിയൻ തടവും രാഷ്ട്രീയ ധ്രുവീകരണം നിറഞ്ഞ ഒരു പ്രക്ഷുബ്ധമായ ഇടവേളയ്ക്ക് ശേഷം 2023 ലുല ഡി സിൽവ ഇനാസിയോ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. കൊളംബിയയുടെ പ്രസിഡന്റായിട്ട് തിരിച്ചു വന്നു. അപ്പം അതായത് ഈ അതുപോലെ തന്നെ പെറുവിലും ഈ പെഡ്രോ കാസ്റ്റിലൂടെ പെഡ്രോ പാർട്ടിയിലൂടെ മാർക്സിസ്റ്റ് ആശയങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അത് അവര് 2022 മുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുള്ളിയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പെഡ്രോ കാസ്റ്റോയാണ് അതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ അടിത്തറയുള്ള ഒരു രാജ്യങ്ങളാണ് ഇവയെല്ലാം എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ രാജ്യങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കുന്നത്. മാത്രമല്ല എല്ലാ കാലത്തും രാഹുൽ ഗാന്ധി ഒരു ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള, കേരളത്തിൽ കാണുന്ന പോലുള്ള ഒരു രീതിയിലല്ല. അതിൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്ന ഒരു രീതി എല്ലാ കാലത്തും രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിലൊരു വസ്തുത എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ജനങ്ങളിലൂടെ ഇറങ്ങി സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ടല്ലോ, അതാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളതാണ്. സോണിയാഗാന്ധിയുടെയും ചെറുമകനാണ്. രാജീവ് ഗാന്ധിയുടെ മകനാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ക്ഷമിക്കണം, ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു മനുഷ്യനാണ് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി. അങ്ങനെയുള്ളൊരു മനുഷ്യന് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് പാർട്ടിക്കാരുണ്ട്, അണികളുണ്ട്, താഴെത്തട്ടിലോട്ടുള്ള പ്രവർത്തകരെല്ലാവരും ഉണ്ട്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ അദ്ദേഹം വളരെ സമ്പന്ന കുടുംബത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉത്തരവുകൾ ഇട്ടുകൊണ്ട് മാത്രം
തലപ്പത്തിരുന്ന് കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം മതി എന്നുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഏണസ്റ്റോ ചെഗുവേര എങ്ങനെയാണോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത്, സമാനമായ രീതിയിൽ ഒരു വിപ്ലവകാരിയെ പോലെ അദ്ദേഹം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കുകയും അവരോട് പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും അവരോടൊപ്പം നടന്നു നീങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസമാണ് വോട്ട് ചോരി അധികാര യാത്രയുമായിട്ടുണ്ടായ ഒരു യാത്ര ബീഹാറിൽ നടക്കുന്നത്. ഈ യാത്രയിൽ ഉണ്ടായ കോൺഗ്രസിനുണ്ടായിട്ടുള്ള ഒരു വലിയൊരു ബൂസ്റ്റ് ഉണ്ട്. അതായത് ഏണസ്റ്റോ ചെഗുവേര ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നടന്നതുപോലെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയും ഇറങ്ങി നടക്കുകയായിരുന്നു. മാത്രമല്ല ഓരോ ജനങ്ങളെയും നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കുകയും അവരോട് നേരിട്ട് സംവദിച്ചുമാണ് രാഹുൽ ഗാന്ധി ഈ ഒരു യാത്ര നടത്തിയത്. മാത്രമല്ല ഇതിനു മുൻപ് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഒരു യാത്രയും അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ നടത്തിയിരുന്നു. ഇതും സമാന സ്വഭാവത്തിലുള്ള ഒരു യാത്രയായിരുന്നു. എങ്ങനെയാണോ അതായത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഏണസ്റ്റോ ചെഗുവേരയുടെ ദ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഒരു ഡയറി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഏണസ്റ്റോ ചെഗുവേരയെ എന്ന മനുഷ്യനെ ആ ഒരു യാത്ര മാറ്റിയെടുത്തതെന്ന് നമുക്ക് മനസ്സിലാകും. അതെങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ അതിന് കാരണമായതെന്ന് മനസ്സിലാകും. സമാനമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധിയും അത്തരത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരു യാത്രയും നടത്തിയിരുന്നു. ആ ഒരു യാത്രയുടെ ബാക്കപ്പ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. മാത്രമല്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ 4 രാഷ്ട്രങ്ങളിലൂടെയും ഇദ്ദേഹം ഇങ്ങനെ ഒരു ബൈക്ക് യാത്ര നടത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തുന്നതിൽ രാഹുൽ ഗാന്ധി എപ്പോഴും, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ആശയങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ അദ്ദേഹം എപ്പോഴും പ്രതിജ്ഞാബദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സമാനമായ രീതിയിലാണ് അദ്ദേഹം ഇന്ത്യയിലും തന്റെ രാഷ്ട്രീയം പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് നമുക്കിനി മുന്നോട്ട് കാണാം.